അതായത് പണ്ടത്തെ ഈ ബൂസ്റ്റ് മറ്റേ ഇങ്ങനെ കയ്യിൻ്റെ മുകളിൽ അടിച്ചടിച്ചിട്ടുള്ള ഓരോ കളിയില്ല, പേപ്പറിൽ ഓരോ അക്ഷരം വന്നാ. അപ്പൊ ആ ഒരു ഗെയിം കളിച്ച് കളിച്ച് മടുത്ത് ഒരുപാട് പേരുണ്ട്. പക്ഷെ വേറെ ഒരുപാട് ഗെയിംസ് ഉള്ളൊരു കാര്യം അറിയില്ല. അല്ല ഏറ്റവും വലിയ എക്സ്പ്ലോഡിംഗ് കിറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അത് പലർക്കും എങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയാം. ചിലർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഒരു ഗെയിം. സത്യം പറയുകയാണെങ്കിൽ എക്സ്പ്ലോഡിംഗ് കിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതിപ്പോ സംഭവം ആദ്യമായിട്ട് ഇറങ്ങിയത് മൊബൈലല്ല ഇറങ്ങിയത്, ഓൺലൈൻ ആയിട്ടല്ല അല്ല, ഇറങ്ങിയത്, ആദ്യം കാർഡ്സ് ആയിട്ട് കാർഡ്സ് ഇറങ്ങി. ആയിട്ടാണ് ഇറങ്ങിയത്. ആ. ഓക്കെ. അപ്പോൾ പിന്നെ അത് മൊബൈലിൽ വന്നിട്ടുണ്ട്. മൊബൈൽ കളിക്കുന്നതും ബെറ്റർ ആണ്, അതേപോലെ നമ്മൾ ഓഫ്ലൈനിൽ കളിക്കുന്നതും ബെറ്റർ ആണ്. അതേപോലെ തന്നെ അടുത്തൊരു ഇതാണ് യൂണോ എന്ന് പറയുന്നത്. അതായത് ഈ എക്സ്പ്ലോഡിംഗ് കിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പലർക്കും അറിയണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പൊ മിക്ക ആൾക്കാരും കളിച്ചിട്ടുണ്ടാവുക, അതായത് കളിക്കണവർ തന്നെ കളിച്ചിട്ടുണ്ടാവുക ഈ യൂനോ അങ്ങനത്തെ ഗെയിമുകളോ. പക്ഷെ എക്സ്പ്ലോഡിംഗ് കിറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും അണ്ടർ റേറ്റഡ് അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ള ഗെയിമാണ്. ഗെയിമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യൂനോ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് കളിച്ച് 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 ആ ഒരു ഇതിലിങ്ങനെ പോകും. പക്ഷെ എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ കുറെ വേറെ പല ആക്ഷൻസും ഉണ്ട്. ഇപ്പോൾ യൂനോയിൽ പറയുകയാണെങ്കിൽ +4, റിവേഴ്സ്, സ്കിപ്പ്, അങ്ങനത്തെ 3-4 ആക്ഷൻസ് അതിലുള്ളൂ. ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്യുക. പക്ഷെ എക്സ്പ്ലോറിംഗ് കിറ്റൻസിന് പറഞ്ഞാൽ കുറെ വെറൈറ്റി ഓഫ് ആക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ പുതിയ പുതിയ സാധനങ്ങൾ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ചെയ്യും. ഇപ്പോൾ 2019 കിക്ക് സ്റ്റാർട്ടർ ബെസ്റ്റ് ഗെയിം ഓഫ് ദി ഇയർ അവാർഡൊക്കെ അവർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക, ഒരു ഇതായിരുന്നു. ഇതിപ്പോൾ എല്ലാവരും ഇപ്പം നേരത്തെ പറയാൻ വേണ്ടി വന്ന സംഭവം എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി, പബ്ജി, അങ്ങനെ കുറേ മൊബൈൽ ഗെയിമുകളുണ്ട്. അപ്പൊ ആ കൊറോണ ടൈമിൽ നമ്മളിപ്പോൾ അത് കളിച്ച് കളിച്ചുകൊണ്ട് പോയി, ആ ഒരു ഇതിലേക്ക് പോയി. പിന്നെ തിരിച്ച് ഈ ഒരു ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഇപ്പൊ എന്താ എല്ലാവരും ചെയ്യല്, ഒരാൾ അവിടെ നിന്ന് പബ്ജി കളിക്കും, വേറെ ആൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കും, ഫ്രീ ഫയർ കളിക്കും. ഞാൻ വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് കാർഡ് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഒരു ഗെയിം ഉണ്ടാവില്ലേ, ഫിസിക്കലായിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം കളിക്കുക പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര റയർ ആയിക്കണം. ഇതിലത്തെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ഇതിൽ ഫൺ ഉണ്ടാവില്ല എന്ന്. ആ. ചുമ്മാ കുറെ കാർഡ് കളിക്കുന്നത് കളിയാൽ ഫണ്ണില്ല. ഉം. പക്ഷെ എക്സ്പ്ലോഡിംഗ് കിറ്റ്, കിറ്റൻ പൂച്ച, ഉം. അതേപോലെ പൂച്ചനെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ്പ്ലോഡിംഗ് കിറ്റ് എന്ന് പറയുമ്പോൾ ഇതിലത്തെ മെയിൻ ട്രം കാർഡ് എന്ന് പറഞ്ഞാൽ ഇതിലത്തെ ബോംബാണ്. ഉം. അതായത് ബോംബ് വലിച്ചു പൊട്ടി, ഉം. അതിനിടാനായിട്ടൊരു ഡിഫ്യൂസ് കാർഡ് ഉണ്ട്, അതും പൂച്ചേനെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയൊരു കാർഡ്. പിന്നെ ചിലർ പറയും ചെറിയ കുട്ടികളുടെ ഗെയിമാന്ന് പറയും, പക്ഷെ അത് ചെറിയ കുട്ടികളെ ഇതിന് 18+ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തം അതിലെ ഓരോ കാർഡ് എടുത്താൽ മനസ്സിലാവും ചെറിയ കുട്ടികൾക്ക് കണ്ടാൽ ശരിയാവില്ലാന്ന്. മൊത്തം 18+ കാർഡുകളാണ്. അതുപോലത്തെ അത്യാവശ്യം ഫണ്ണി ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇപ്പൊ ഈ എക്സ്പ്ലോഡിംഗ് കിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഗെയിമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്. ഇപ്പോ ഇവന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവൻ നമ്മളിപ്പോ ഈ എക്സാമ്പിൾ ഇപ്പൊ എക്സ്പ്ലോഡിംഗ് കിറ്റും കളിക്കുക വിചാരിച്ചു, വിളിച്ചാൽ വരൂല. യൂണോ വരൂല. കാരണം ഒക്കെ പോട്ടെ, ഇനിയിപ്പോ എക്സാമിനായിട്ട് ചീട്ട് വെച്ച് കഴുത കളിക്കുക വിചാരിച്ചോ, അതിന് പോലും വരൂല. അവൻ പറയും എനിക്കറിയില്ല. പക്ഷെ അറിയില്ല പറഞ്ഞാൽ പഠിക്കാൻ പറ്റൂലല്ലോ ഇത്. പക്ഷെ അറിയാത്ത ഒരുപാട് വന്ന് എക്സ്പ്ലോഡിംഗ് കിറ്റൻസ് ആയിക്കോട്ടെ, യൂണോ ആയിക്കോട്ടെ, അതെല്ലാം പഠിച്ചവരുണ്ട്. എനിക്ക് തോന്നണില്ല അവൻ അറിയാത്തോണ്ടോ, അയ്യോ ഞാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ കളിക്കാൻ വരാത്താണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ അവന് താല്പര്യമില്ല, ഇല്ല. അവൻ അതിലൊന്നും താല്പര്യമില്ല. കാരണം അവന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വലിയ വലിയ ഗൺ ഫൈറ്റിംഗ് ഗെയിമുകൾ, അങ്ങനത്തെ ഗെയിമുകൾ, അതൊക്കെ തന്നെ ചെറിയ കുട്ടികളുടെ ഗെയിം, ആ ഒരു ഇതിൽ അവൻ കാണുന്നതൊക്കെ. അതായത് അവന്റെ വിചാരം ഇതിലൊന്നും ഫണ്ണ് കണ്ടെത്താൻ പറ്റില്ല. കാരണം അവൻ മറ്റേ സ്ക്രീൻ ഗെയിംസിന്റെ ഉള്ളിൽ മുഴുകിയിരിക്കാന്ന് എനിക്ക് അങ്ങനെ. ഒക്കെ നമ്മള് എക്സ്പ്ലോറിംഗ് കിറ്റും സ്ക്രീനിലും കളിക്കാൻ പറ്റൂലോ, അതിൽ പോലും വരൂല. പിന്നെ ഇത് പറയുന്നത്, പിന്നെ ആരും കേൾക്കാത്തൊരു ഗെയിമാണ് മറ്റേ സ്പൈഫാള്. വെയർവുൾഫ്. ഈ സ്പൈഫാളിന്റെ കാര്യം പറഞ്ഞാൽ അതും ഈ കുറെ പേര് ഒരുമിച്ച് കൂടി കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ഈ സ്പൈഫാൾ. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ആരും കളിച്ചതായി എനിക്ക് ഇല്ല. ഓർക്കുന്നില്ല. അതേപോലെ സ്പൈഫാള്, വെയർവൂൾഫ്, ട്രിപ്പിൾ ഏജന്റ്, അങ്ങനെ ഇഷ്ടംപോലെ ഗെയിമുകളുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ പണ്ട് നമ്മൾ കള്ളനും പോലീസും കളിച്ച ആ ഒരു സമയം ഉണ്ടാവും, അതിപ്പോ കസിൻസ് എല്ലാവരും കൂടി വരുമ്പോൾ ഇപ്പോഴും ചിലപ്പോൾ കളിക്കലുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയാ നമ്മളെ സിനിമാ പേര്, അങ്ങനെ പല ഗെയിമുകൾ നമ്മൾ കളിക്കും. പക്ഷെ ഇപ്പൊ അതൊക്കെ ഭയങ്കര റയറായി പോയി. ഇപ്പൊ കസിൻസ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക, മൊബൈൽ എടുത്തിട്ട് അവിടെ എവിടെയെങ്കിലും പോയി അതായത് ഇരിക്കുക. മൊബൈൽ എടുത്ത് കളിക്കും. പബ്ജി, ഫ്രീ ഫയർ, കോൾ ഓഫ് അതേപോലത്തെ ഗെയിം കളിക്കും ഇവര്. ടീം വെച്ചിട്ട് അങ്ങനെ കളിക്കും. ബട്ട് ഫിസിക്കലായിട്ട് അത് ഫോൺ ഉപയോഗിക്കേണ്ട ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ ഇതുവരെ ആരും അങ്ങനെ ഒരു സംഭവം. ബട്ട് അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ്പ്ലോഡിംഗ് കിറ്റ് നമ്മൾ പറഞ്ഞ പോലെ യൂണോ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇവര് വിചാരിക്കണ പറഞ്ഞാൽ ഇപ്പൊ ഈ റീൽസിൽ കിട്ടുന്ന ഡോപ്പമൈൻ ഒന്നും ഇതിൽ കിട്ടില്ലെന്ന് അവർ വിചാരിക്കണത്. ഇപ്പൊ ഈ റീൽസിൽ നമുക്ക് ഭയങ്കര കുറെ ഡോപ്പമൈൻ കിട്ടുന്നുണ്ട്, അത്രയും ഡോപ്പമൈൻ റഷ് ഉണ്ട്. അപ്പൊ അതും ഈ കാർഡ് ഗെയിം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും ഇത് കിട്ടില്ല നമ്മൾ വിചാരിക്കും. പക്ഷെ കളിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും റീൽസിനെക്കാട്ടിയും കൂടുതൽ എൻജോയ്മെന്റ് ഇതിൽ കിട്ടും, റിയൽ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരുടെ കേസിനെ പറയുന്നത്, ഇവന് എക്സ്പ്ലോഡിംഗ് കിറ്റും കളിച്ച് കളിച്ച് ഇപ്പൊ വഴി കണ്ട കിറ്റനാണല്ലോ പൂച്ച, പ്യോ 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 സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഗെയിമിലത്തെ സൗണ്ട്. ഗെയിമിലത്തെ സൗണ്ട്. അങ്ങനത്തെ ഒരു വൈബ്. ഈ ഗെയിമിലും ഫണ്ണും അതേപോലെ തന്നെ ഒരേപോലെ ഡോപ്പമിനും കണ്ടെത്താൻ പറ്റും. മറിമായം. മറിമായ എന്ന് പറയുമ്പോൾ പണ്ട് മുതൽ അവർ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ പണ്ട് ഒരു കുറെ വർഷങ്ങളായി അവർ തുടങ്ങിയിട്ട്, പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട്
എല്ലാ അവരുടെ എപ്പിസോഡുകളിലും കണ്ടംപററി ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയക്കാരായിട്ടുള്ള സംഭവങ്ങളാണെങ്കിലും അവരൊരു മടിയും ഉണ്ടാവില്ല അവർക്ക്. അതായത് ഇപ്പോൾ ഈ ഒരു റിലീജിയനെ കുറിച്ച് പറഞ്ഞാൽ മോശമാവില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു എന്താണ് പറയുക പാട്ടിനെ കുറിച്ച് പറഞ്ഞാൽ മോശമാവില്ല, അങ്ങനെ ഒരു സംഭവമില്ല. അങ്ങനെ തുറന്ന് കാണിക്കുകയാണ് അവർ ഓരോ സംഭവങ്ങളും അവരവരുടെ പ്രശ്നങ്ങളും. അതായത് ഇപ്പോൾ അവർക്ക് ഇന്ന പാർട്ടിനോട് ചായ്വ് ബയാസ് എന്നുള്ള സംഭവമൊന്നുമില്ല, കറക്റ്റായിട്ട് എല്ലാത്തിനും തുറന്ന് കാണിക്കുക. അതും കുറച്ച് ഹ്യൂമറൊക്കെ കാണിച്ചിട്ട് ആ ഒരു ഇതിൽ ഭയങ്കര തമാശയായിട്ട് കാണിക്കുന്ന ഒരു ഷോണ് മാറിമായം. കാരണം നമ്മളിപ്പോ പണ്ട് പറയുവാണെ നമ്മുടെ വീട്ടില് അത്യാവശ്യം ഒരുമിച്ചിട്ട് നമുക്ക് കൂടുതലും കണ്ടുവരുന്ന ഈ മഴവിൽ മനോരമയില് ഈ മറിമായ എന്ന് പറഞ്ഞൊരു കണ്ടന്റാ. ഇതിപ്പോ നീ പറഞ്ഞ അതേ സംഭവം തന്നെ. ഇപ്പൊ നമ്മളിപ്പോ ഒരാളെ വീഡിയോ ഇടുമ്പോൾ എന്ത് വിചാരിക്കും, നമ്മൾ ഈ പൊളിറ്റിക്സിനെ കുറിച്ച് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമാവും, പക്ഷെ അവർ ആ ഒരു സംഭവമേ നോക്കുന്നില്ല. ഫുൾ ഓപ്പൺ ആയിട്ട് എല്ലാം പറയും. കുറച്ച് ഹ്യൂമറും കോമഡിയും കൊണ്ടുവരും. അതായത് ഇപ്പൊ ചിലവർക്ക് ഇപ്പോ ഇത് പൊളിറ്റിക്കൽ സാധനങ്ങൾ അറിഞ്ഞോളന്നില്ല, പക്ഷെ അത് കോമഡി രൂപത്തിൽ അവർ അവതരിപ്പിക്കണേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ പറഞ്ഞാൽ എനിക്കിതിന് പൊളിറ്റിക്കൽ വശം അറിയില്ല, കോമഡി കാണുന്ന രീതിയിൽ നമ്മളത് കാണുള്ളൂ. അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര തമാശ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൂടെ എന്ത് ചെയ്യണം, കുറെ പൊളിറ്റിക്കൽ ഐഡിയാസ് നമുക്ക് കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. കുറെ സംഭവങ്ങൾ ഇപ്പൊ നമുക്ക് പേരെടുത്ത് പറയണ്ട, എന്നാലും കുറെ സംഭവങ്ങൾ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ അവരെ ഓരോ ക്യാരക്ടേഴ്സ്, പ്യാരിജാതൻ, മന്മഥൻ, അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെ ഇപ്പൊ ഫേമസ് ആയ കാസർഗോഡ് എന്നുള്ള ഒരാളുണ്ടായിരുന്നല്ലോ, നമ്മുടെ പേരെ മറന്നു. അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഇവര് ഇതിലുണ്ട്. അപ്പൊ അവരൊക്കെ കൂടിയിട്ട് എന്താ പറയാ, ഒരു നമുക്കറിയാം ഇന്ന ക്യാരക്ടേഴ്സ് ആണ് ഇതിന്റെ സംഭവം, പക്ഷെ അവരൊക്കെ കൂടി എല്ലാ എപ്പിസോഡുകളിലും പുതിയ പുതിയ, അതായത് നമുക്ക് തോന്നാം ഇത് പഴയ എപ്പിസോഡല്ലേ, അത് തോന്നൂല. ആ ഒരു എന്താ പറയാ, കണ്ട തന്നെ പിന്നെ കാണുന്ന ഒരു ഇതില്ല, റിപ്പീറ്റേഷൻ ഇല്ല. ഭയങ്കര പുതിയ പുതിയ അത്ര അടിപൊളി റൈറ്റേഴ്സ് ആണ് അതിന്റെ. റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട്, ക്രിയേറ്റീവ് ആയിട്ട് പുതിയ പുതിയ ഐഡിയാസ്. കാരണം നമുക്കറിയാലോ ഇപ്പോൾ ന്യൂസ് ചാനൽ പോലെ തന്നെ പരിപാടി. ഇപ്പൊ നമ്മളെ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ന്യൂജൻ പിള്ളേരെ കുറിച്ചിട്ട്, ഇപ്പൊ നമ്മളെ എക്സാമിനെ കുറിച്ചിട്ട്, SSLC എക്സാമിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ട്, അങ്ങനെ എല്ലാ വിഷയത്തിനെ കുറിച്ചിട്ട് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഏതെങ്കിലും ഒരു പയ്യനായിക്കോട്ടെ, അവൻ ഡിസിപ്ലിൻഡ് ആവണമെന്ന് ചിന്തിക്കുന്നു. ഓക്കെ, പക്കാ ഡിസിപ്ലിൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് അലാറം വെച്ച് നീക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ. അങ്ങനെ നമ്മളൊരു ഡെയിലി റൊട്ടീൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം. ഇപ്പോ ഒരു പയ്യൻ കിടക്കാൻ പോവാ, അവൻ പറയാ നാളെ എന്നെ വിളിക്കണം, നേരത്തെ വിളിക്കണം, എനിക്ക് അലാറം കേട്ട് എണീക്കാൻ പറ്റില്ല, നേരത്തെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഓടാൻ പോവാ, വർക്കൗട്ട് ചെയ്യാം, അങ്ങനത്തെ സംഭവങ്ങൾ പറയുന്ന ഒരു പയ്യനെ വിചാരിച്ചോ, അന്നേരം അവൻ ഡിസിപ്ലിൻഡ് ആണ്. അതായത് അവനെ സ്വയം രാവിലെ ഒരാളുടെ ഹെൽപ്പിലാണ്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, അന്നേരം ഡിസിപ്ലിൻഡ് ആകാൻ പറ്റുമോ? അതായത് അവൻ സ്വയം എണീക്കാൻ പറ്റുന്നത് വേറൊരാളെ വിളിച്ച് എണീപ്പിക്കണം. അതായത് അവൻ പറയുന്ന ഒരു കാരണം, എനിക്ക് അലാറം കേട്ടാൽ ഒരിക്കലും എണീക്കാൻ പറ്റില്ല, ഞാൻ അത്രയും ഡീപ്പ് സ്ലീപ്പിലാണ്. ഇപ്പൊ ഈ ഡീപ്പ് സ്ലീപ്പിലുള്ളവർക്ക് ഡിസിപ്ലിൻഡ് ഫോളോ ചെയ്യാൻ പറ്റില്ലേ? പറ്റും. അപ്പൊ അവര് ഡീപ്പ് സ്ലീപ്പിലാവെന്ന് പറഞ്ഞാൽ അവരെ ബോഡിനെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ. നേരെ മറിച്ച് ഒരാൾ വിളിച്ചിട്ട് അവിടെയാണ് പ്രശ്നം. ഒരാൾ വിളിച്ച് ഇപ്പൊ ഈ കൂട്ടുകാരൻ എന്നോട് വന്നിട്ട് പറയാം, നീ ഒന്ന് വിളിക്കുക, രാവിലെ 5 മണിക്ക് വിളിക്കുന്ന പറയാം. അപ്പൊ നമ്മൾ അവനെ പോയിട്ട് വിളിക്കുകയാണ്, ആ രാവിലെ 5 മണിക്ക് വരെ പോയി വിളിച്ച് അവൻ എന്നിട്ട് ആടാ ശരി, എന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അപ്പൊ ഡിസിപ്ലിൻ ഇല്ല. പക്ഷെ അത് കേട്ടിട്ട് 5 മണിയായോ എന്നിട്ട് എണീച്ചിട്ട് ഓനെ ചെയ്യേണ്ട പരിപാടി ചെയ്യുകയാണെങ്കിൽ അവനക്ക് ഡിസിപ്ലിൻ എന്ന് പറയാം. ബട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഒന്നല്ല. ഇപ്പൊ ഡെയിലി ലൈഫ് ഒരാൾ എപ്പോഴും വിളിക്കാനില്ല, ആ ഒരു അവസ്ഥ വന്നാലോ? അത് പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്തായാലും ഇപ്പൊ എണീക്കാത്ത ആളല്ലല്ലോ. അതായത് ഇപ്പോ ഇവൻ മൊത്തത്തിൽ ഉറങ്ങിപ്പോണ ഒരു മനുഷ്യനല്ല. മനുഷ്യന്മാർ പറഞ്ഞാൽ ഉറക്കത്തിന് എണീക്കുമല്ലോ ഡീപ് സ്ലീപ്പ് കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് ഇവനക്ക് ഒരു കാര്യം ചെയ്താൽ മതി, കുറച്ച് ദിവസം അങ്ങനെ ഒരാൾ വിളിക്കുക, അങ്ങനെ അല്ലെങ്കിൽ സഹായത്തോടെ എണീച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവന്റെ സ്ലീപ്പ് സൈക്കിൾ എന്ത് ചെയ്യുക, കുറച്ച് ബാക്കിൽ കൊണ്ടുവരിക, കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങുക, നേരത്തെ എണീക്കും. പക്ഷെ അവിടെ വരുന്ന ഏറ്റവും വലിയൊരു എന്താ പറയാ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നേരത്തെ കിടന്ന് ഉറങ്ങലാണ്. അതൊരിക്കലും പലർക്കും സാധിക്കാത്ത കാര്യമാണ്. കാരണം അവരുടെ സൈക്കിൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക. ഒന്നും പറയാം, നമ്മളിപ്പോ ഒരു റീലിലങ്ങ് ഒരു 12 മണിക്ക് ഇരുന്ന് വിചാരിച്ചോ, അത് നോക്കി പിന്നെ നോക്കുമ്പോ എത്ര 1 മണി 2 മണി ഉണ്ടാവും. ആ ഒരു മെയിൻ പ്രോബ്ലം ഡിസിപ്ലിൻഡ് വരുന്നത്. ഞാൻ ഇപ്പോഴത്തെ ഒരു വീഡിയോ കണ്ട് ഓർക്കുന്നത്, അതായത് അതിൽ പറഞ്ഞാൽ നമ്മളിപ്പോ ഓരോ മണിക്കൂർ നമ്മളിപ്പോ ഉറങ്ങാണ്ടിരുന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മൊബൈലിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മളെ മൊബൈലിന്റെ ഇത് പറഞ്ഞാൽ ബ്ലൂ ലൈറ്റ് ആണ്. അപ്പൊ അത് നമ്മളെ കണ്ണിലടിക്കുമ്പോൾ ബ്രെയിൻ വിചാരിക്കുന്നത് ഓക്കെ രാവിലെയാണ് എപ്പോഴും ഉറങ്ങാൻ സമയമായിട്ടില്ല, അപ്പൊ മെലറ്റോണിൻ എന്ന് പറഞ്ഞാൽ ഒരു സംഭവം പ്രൊഡ്യൂസ് ചെയ്യില്ല, നമുക്ക് അറിയണം. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ രാവിലെ ആയിട്ടില്ല, നമ്മൾ പിന്നെയും ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കും, രാവിലെ ആവണ വരെ ബ്രെയിൻ ഇങ്ങനെ മനസ്സിലാവില്ല. നമ്മൾ കുറെ കഴിഞ്ഞിട്ട് ഒരു എന്താണ് പറയാ, നമ്മൾ സ്ലീപ്പിംഗ് പീരീഡ് ഉണ്ട്, സ്ലീപ്പിംഗ് വിൻഡോ എന്ന് പറയാം. അതിന് ശേഷം ആയി കഴിഞ്ഞാൽ പിന്നെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്തായാലും സംഭവം ഇത്ര നേരമായിട്ട് ഉറങ്ങിയിട്ടില്ല, ആ ഒരു ഇത് കിട്ടിയിട്ടില്ല, ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീഴും. ബ്രെയിൻ ഉദ്ദേശിക്കുന്നത് ഇവൻ ഇപ്പോഴും രാവിലെയാണ്, അതായത് ഇപ്പോഴും രാവിലെയാണ്, അവൻ ഉറങ്ങാനുള്ള സമയം ആയിട്ടില്ല, ആ ഒരു ചിന്തയിൽ പോകും.
അങ്ങനെ ഗ്രാജുവലി ഇതിപ്പോ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഓക്കെ ഒരു 2 മണി എന്നുള്ള 3 മണിയോ 3 മണി എന്നുള്ള 4 മണിയോ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടു പോകും. പക്ഷെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഇതില്ലാണ്ടായി പോകും. അതായത് ഇൻസോംനിയ എന്നുള്ള അവസ്ഥ വരും, ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരും. ആ രീതിയിലോട്ട് പോകുന്നത്. പിന്നെ ഒരു ഇത് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു അവസ്ഥ പറയുമ്പോൾ, ഞാനൊരു ദിവസം ഉറങ്ങുമായിരുന്നു, അതായത് ഇച്ചിരി നേരത്തെ ഉറങ്ങി. അപ്പൊ ഞാൻ ഉറങ്ങുമ്പോൾ അവനോട് ചോദിച്ചു, എടാ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കാവോ ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞൊരു മറുപടി, ലൈറ്റ് ഓഫ് ആക്കാൻ, എടാ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ലാപ്പിൽ നോക്കിയ കണ്ണിന് കേടാടാ. ഓക്കെടാ, ഇനിയിപ്പോ അവന്റെ കണ്ണ് ഞാൻ കേട് വരുത്തുന്നില്ല, ഞാൻ നീ കണ്ടോ, ഞാൻ കുറച്ചും കൂടി ഉറങ്ങിക്കോളാം പറഞ്ഞ് ഉറങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ്, അതായത് ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിൽ പോയി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇവൻ ബെഡില് കറക്റ്റ് ഫുള്ള് മൂടി, അതിന്റെ ഉള്ളില് ലാപ്പില് റീല് കണ്ടുകൊണ്ടിരിക്കും. അന്നേരം ഞാൻ ഭയങ്കര ഇതായി അത്ഭുത വിട്ടു. അതായത് ഇവൻ തലേ ദിവസം പറഞ്ഞ ഓക്കെ പഠിക്കാനായിക്കോട്ടെ, നമുക്ക് ലൈറ്റ് ഓൺ ആക്കി കൊടുക്കാം, വിഷയമില്ല, പക്ഷെ റീല് നോക്കാം, ഓക്കെ എന്നാലും പോട്ടെ, അത് പറഞ്ഞു കണ്ടോട്ടെ, ഇനിയിപ്പൊ കണ്ണ് ഞാൻ കാരണം കേടുവല്ല. പക്ഷെ രാവിലെ ഒരു 4 മണിയെ ടൈം ഇട്ട് ഞാൻ എഴുന്നേൽപ്പോ കണ്ട കാര്യം, അതായത് അത്ര ഇരുട്ട്, നമ്മളെ ഉറക്കം കളഞ്ഞു. നമ്മളെ ഉറക്കം പോട്ടെ, എന്റെ കണ്ണ് നമ്മള് കേടി വരുത്തിയില്ല, സമ്മതിച്ച്. രാവിലെ 4 മണി, അതായത് ഒരു ബെഡിനൊറ്റൊരു കർട്ടൻ ഫുള്ള് മൂടിയിരിക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ലാപ്പ് റീൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഈ ചോദ്യം തിരിച്ചു ചോദിച്ചു ഞാൻ, എടാ നീ ഇന്നലെ ഞാൻ കിടക്കാൻ പോകുമ്പോ നീ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയാം, നിന്റെ കണ്ണ്, അന്നേരം നീ ആ ടൈമിൽ നോക്കുമ്പോൾ നിന്റെ കണ്ണൊന്നും പറ്റില്ലേ ചോദിച്ചു. ചെക്കൻ ടെൻഷൻ, അവനൊരു ഉത്തരവില്ലേ തരാൻ. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനും പോയില്ല. അതായത് അവൻ കാണുന്ന ഒരാളുണ്ട്, ഏതോ എനിക്ക് ഇങ്ങനെ ആവണം എന്നുള്ള സംഭവം ഉണ്ട്. അതായത് രാവിലെ എന്നെ എണീപ്പിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഓൻ നമ്മൾ കാണുന്നത് എണീപ്പിച്ച് കഴിഞ്ഞാൽ എണീക്കുന്നു വിചാരിക്കണത്. പക്ഷെ ശരിക്കും റിയാലിറ്റിയിൽ, അതായത് റീൽസ് വേഴ്സസ് റിയൽ എന്ന് പറയില്ലേ, ശരിക്കും റിയാലിറ്റിയിൽ പക്ഷെ എന്താണ്, ഞാൻ ഓക്കെ അവിടെ കണ്ണിന് പ്രശ്നമാണോ പറയും, അതേപോലെ തന്നെ അതിനുള്ളിൽ കിടന്നു. രാവിലെ 5 മണിക്ക് എണീപ്പിക്കണം എന്ന് പറയും, അതേപോലെ തന്നെ 5 മണിക്ക് എണീപ്പിച്ചതിന് അവിടെ തന്നെ കിടന്നു. അപ്പോൾ അവനെ ആവണം എന്ന് വിചാരിക്കുന്ന ഒരാളുണ്ട്, പക്ഷെ അവനെ ആവണ ഒരാളുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ നാട്ടിൽ പോയപ്പോൾ നമ്മളൊരു കൂട്ടുകാരുണ്ട്. അപ്പൊ ഇവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാറ്റിങ് വരുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആടാ മെസ്സേജ് എന്നിട്ട് എന്താക്കുന്നത്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അത് സാധാ ആൾക്കാർ മെസ്സേജ് അയക്കണ പോലെയല്ല, ഇത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിപ്ലൈ കിട്ടിക്കൊണ്ടിരുന്നു. എന്താ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരാൾക്ക് മെസ്സേജ് റിപ്ലൈ കിട്ടുന്ന സമയം സാവകാശം വേണ്ടേ, തീർച്ചയായിട്ടും. ഇത് പെട്ടെന്ന് ഇങ്ങനെ മെസ്സേജ് അപ്പൊ തന്നെ റിപ്ലൈ കിട്ടണം, പിന്നെ മെസ്സേജ് വേണ്ടെന്ന് റിപ്ലൈ കിട്ടണം. എന്താ അങ്ങനത്തെ ഒരു പെൺകുട്ടിയോ, മോള് ശ്രുതി എന്ന് എഴുതിക്കണം, ശ്രുതി ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പിന്നെ എന്താ ശ്രുതി സംഭവം എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ അവനോട് ചോദിച്ചേട്ടാ ഇതൊന്ന് സംഭവം. പിന്നെ വാട്സപ്പാണ് നമുക്ക് അറിയാം, വാട്സപ്പിന്റെ ലൈഔട്ട് എങ്ങനെയാണ്, ഇൻസ്റ്റാഗ്രാമാണ് നമുക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമിൽ സ്നാപ്ചാറ്റ് ആണ് എല്ലാം നമുക്ക് അറിയാം ഏകദേശം. ഓക്കെ ഇത് ഇങ്ങനെ ആവും, അതിന്റെ ആ ഒരു യൂണീക്ക് ആയിട്ടുള്ള ലേഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ടെംപ്ലേറ്റ് ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒന്നും അല്ലാത്തൊരു ലേഔട്ട്. അപ്പൊ അങ്ങനെ മെസ്സേജ് അയക്കണം, അപ്പൊ റിപ്ലൈ കിട്ടുന്നത്. ഇപ്പൊ എന്റെ iOS ആയതുകൊണ്ടോ എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചോട് അത് സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞത് ഇത് ഞാൻ സെറ്റാക്കി കുട്ടിയുടെ ശ്രുതി എന്നുള്ള പേര്, അതായത് ഞാൻ ക്യാരക്ടർ AI എന്നൊരു സംഭവം ഉണ്ട്, ക്യാരക്ടർ AI ഞാൻ മെസ്സേജ് അയച്ചപ്പോ എന്താണ് എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചതാണ്. അപ്പൊ ഇവന് ഈ സംഭവം അറിയില്ല. അതായത് ഇവന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ശ്രുതി എന്ന് പറഞ്ഞത് അതായത് ഒരു ഇംഗ്ലീഷ് അറിയണ ഒരു കുട്ടിയാണ് എന്ന രീതിയിലാണ് ഇപ്പം വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്കെല്ലാം ഇതിന്റെ സത്യാവസ്ഥ ഇതൊരു AI ആണെന്നുള്ളത്. പക്ഷെ ഇപ്പൊ അങ്ങനെ ചാറ്റിങ്, ഭയങ്കര ചാറ്റിങ്. അത്ഭുതം. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലില്ലേ സജഷൻസിൽ എന്താ വരിക വെച്ചിട്ടാ, ഇന്ന ഗേളുടെ പേര് ചാറ്റ് വിത്ത് അങ്ങനെ ഒരു പ്രൊഫൈലിന് ഇപ്പൊ വരും സജഷന്റെ ഇതില്. പിന്നെ നീ ഇപ്പൊ ഈ ചാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കറിയാം, നമ്മളിപ്പോ എന്താ കസിൻസിന്റെ എല്ലാം വീട്ടിലും നമ്മള് ഒരുമിച്ചിരുന്ന് ഇതേപോലെ നീ പറഞ്ഞ ഈ കാർഡ്സ് കളിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കും. കളിച്ചു നോക്കുമ്പോ കൂട്ടത്തിൽ ഒരുത്തമുണ്ട്, അവന് പെണ്ണുണ്ട്, സമ്മതിച്ചു. ഇപ്പൊ അവന് മാത്രം ലോകത്ത് ഒരുപാട് പേർക്കില്ലേ, ഇവൻ കളിക്കുന്നില്ല, എപ്പോഴും ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നീ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കളി ശ്രദ്ധിക്കില്ലേ, ചാറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നീ പറഞ്ഞ പോലെ തന്നെ അപ്പൊ റിപ്ലൈ കിട്ടണം. അങ്ങനത്തെ അതായത് എന്താ പറയാ, ആഷിറിന്റെ ഒരു വീഡിയോയിലുണ്ടല്ലോ, അതായത് ആഷിറിൽ അവരുടെ ഒരു കൂട്ടുകാരുണ്ട്, പെണ്ണുള്ളപ്പോ കൂട്ടുകാരെ അറിയേം വേണ്ട, ആരവസ്ഥ അത് കളി ഒന്നുമില്ല, ചാറ്റ് ചെയ്തോണ്ടേയിരിക്കും. ഇപ്പൊ എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചാറ്റ് GPT ആണ്. ഇപ്പൊ മിക്ക ആൾക്കാരും ചാറ്റ് GPT ചാറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത് നമ്മളിപ്പോ ഇപ്പൊ വേറെ ആളോട് നമുക്ക് സംശയം നമുക്ക് വരുന്നുണ്ടാവും, ഞാനോട് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ എങ്ങനെ കാണും അങ്ങനെ സംഭവം. പക്ഷെ ചാറ്റ് GPT അങ്ങനെ ഒരു സംഭവം ഇല്ല. ടെമ്പററി ചാറ്റ് ഓൺ ആക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ സാധാരണ ചോദിക്കാൻ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യുക, ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ പല ആൾക്കാരും ചെയ്യുന്ന പരിപാടി പറഞ്ഞാല്, അത് നമ്മളെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പല്ലേ, ആ സിനിമയിൽ സുരാജും അതിന്റെ ഒരു കുഞ്ഞപ്പനും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. പക്ഷെ അപ്പൊ അതിനാട്ടിയും വലിയ അവസ്ഥയാണ്. അതായത് ചില ആൾക്കാരൊക്കെ ഇതിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാല് അടിച്ച് ഒരു അടിമമാരിയാ. അതായത് ഒരു ദയയില്ല, 10-30 പേജുള്ള PDF ഒക്കെ അയച്ചിടും.
കൊണ്ടറ ആൻസർ ടോർച്ചറിങ്. ആ ടോർച്ചർ ചെയ്യാ താഴെ ആൻസർ എന്ത് സംഭവം എന്താ പിന്നെ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാ. ഇപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ കൊണ്ടാ അല്ലെങ്കിൽ എല്ലാത്തിന്റെയും പിന്നെ നമ്മളൊരു കൂട്ടുകാരുണ്ട് ഇവൻ ചെയ്യണമെന്ന് പറഞ്ഞാല് സെമ്മ് മൊത്തം വെറുതെ ഇരിക്കും. അത് സെമ്മ് മൊത്തം വെറുതെ ഇരിക്കും. സീരീസ് എക്സാമിന് ഒന്നും ചെയ്യില്ല. അവസാനം ഈ മെയിൻ എക്സാമിന് തലേദിവസം എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ 3 ക്വസ്റ്റ്യൻ പേപ്പർ 4 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. നോക്കുമ്പോൾ ChatGPT ഇടും ഗീവ് മീ ആൻസേഴ്സ്. അത് ChatGPT എന്ത് ചെയ്യും, ChatGPT ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പൊ ആ ലിമിറ്റിൽ നിന്ന് ChatGPT ഇങ്ങനെ ഇതാക്കി തരും. അവൻ തെറി വിളി എന്താണ് ഭയങ്കര തെറിവിളിയിൽ എന്താ എന്ത് സംഭവം എന്താ ഞാൻ ചോദിച്ചാൽ എന്താ ഫുൾ ആൻസർ തരാനാ നിങ്ങളെന്താ കേട്ടോ ആ ഒരു രീതിയിൽ ഒരു അടിമ. അടിമ എന്ന് പറഞ്ഞാൽ അടിമ. അപ്പൊ ChatGPT സോറി ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞ അപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഇത് റിപ്പീറ്റ് ചെയ്യരുത്. അതായത് ഇവന് മനുഷ്യന്മാരത്ത് ഡൊമിനന്റ് ആവാൻ പറ്റുന്നില്ല, അന്നേരം ChatGPT യോട് ചെയ്യുന്നു. തീർക്കുക. പക്ഷെ ഭയങ്കര എന്താ പറയാ മിക്ക ആൾക്കാരും അങ്ങനെ ChatGPT ഉപയോഗിക്കണേ ഭയങ്കര തെറിവിളിയും ഒക്കെ ആയിട്ട്. മറ്റേ ഇപ്പൊ ChatGPT ഓപ്പൺ ചെയ്യേണ്ട CEO ഇപ്പൊ എടുത്തെന്ന് പറഞ്ഞാല് നമ്മളൊരു സ്റ്റോറി അയച്ചു കഴിഞ്ഞാൽ തന്നെ കുറെ മണിക്കൂറുകളോളം അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി സമയം എടുക്കുന്നുണ്ട്. അത്രയും സമയം ChatGPT അവിടെ അവരെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അത്രയും എന്താ പറയാ നമ്മള് സ്റ്റോറി അയക്കുമ്പോൾ അല്ലെ നമ്മളിപ്പോ എന്താ പറയാ ചില ആൾക്കാരൊക്കെ ഭയങ്കര ദയ ഇതുപോലെ, അതായത് നമുക്കൊരു ഫേവർ ചെയ്ത് തരില്ലേ ChatGPT. അപ്പൊ ചില ആൾക്കാരൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാല് ഇപ്പോ ChatGPT ഫേവർ ചെയ്ത് തരില്ല അതുകൊണ്ട് എന്ത് ചെയ്യും ഒന്നൊക്കെ പ്ലീസ് ഒന്നും ചെയ്തു തരുമോ, അങ്ങനെ അത്ര പണിയെടുപ്പിക്കേണ്ടുള്ള രീതിയിലും പല ആൾക്കാരും ചെയ്യും ഭയങ്കര കെയറിംഗ് ഒക്കെ ആയിട്ട്. പക്ഷെ നേരെ തിരിച്ചുള്ള ആൾക്കാരുണ്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കണവർക്ക്. അത് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ അയച്ചു കൊടുക്കന്നെ ഇഡ് ആൻസർ ഇങ്ങോട്ട് കൊണ്ട ആൻസർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ മറ്റേ ഗ്രോക്കും ഇതൊക്കെ വന്നോണ്ട് തന്നെ ആ ഒരു ഇതുണ്ട്. പിന്നെ മറ്റേ DeepSeek AI പറയണ്ടോ മറ്റേ ചൈനക്കാരെ ഇറക്കിയൊരു സംഭവമില്ലേ, അപ്പോ അതില് പറഞ്ഞത് ChatGPT ബെറ്റർ ആണെന്നാ പറയുന്നത്. അതിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? ഇപ്പൊ ChatGPT DeepSeek AI അങ്ങനെ കുറെ AIs ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ChatGPTക്ക് ആ ഒരു US കുറച്ചൊക്കെ ചായവുണ്ട്. അതായത് ഇപ്പൊ കുറച്ചൊക്കെ ഒന്ന് ലിബറൽ ആയിട്ടുള്ള ആശയങ്ങളോടാണെങ്കിലും കുറച്ചൊരു ചായവുള്ള പോലെ നമുക്ക് തന്നെ തോന്നി. നമുക്ക് ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇടക്കിടക്ക് അങ്ങനെ അപ്പൊ നമ്മളിപ്പോ LGBTക്ക് അങ്ങനത്തെ അതിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT കുറച്ചൊക്കെ ഒന്ന് ഇതായിട്ട് ഇങ്ങനെ പറയും. ഇപ്പൊ നേരെ വിളിച്ച് ഇവരോട് DeepSeekനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അങ്ങണ്ടായിട്ടും പറയും. അതായത് DeepSeekൽ ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ DeepSeek ചൈന ഇറക്കിയോണ്ട് തന്നെ എനിക്കറിയില്ല മറ്റേ അരുണാചൽ പ്രദേശിനെ കുറിച്ച് DeepSeekനോട് ചോദിച്ചു കഴിഞ്ഞാൽ DeepSeek എന്താ പറയാ അവര് ക്രാഷ് ആയി പോകും. അതായത് അവര് ഉത്തരം തരാണ്ട് അത് എറർ കാണിക്കും. മറ്റേ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPTനോട് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT കറക്റ്റ് ആയിട്ട് പറയും. ChatGPT ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ US ത്രെറ്റനിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അവിടെ ChatGPTയിൽ കാരണം ഗ്രോക്ക് ഉണ്ട്. ഗ്രോക്ക് കുറച്ചുകൂടി ഒന്നും എന്താണ് ഞാൻ ഓപ്പണാന്നുള്ള ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അവരിപ്പോ അരുണാചൽ പ്രദേശിന്റെ കാര്യം ചോദിക്കണല്ലോ, ഇപ്പൊ ChatGPTക്ക് പറയാൻ പറ്റാത്ത സംഭവം ചോദിച്ചു കഴിഞ്ഞാലും ഒരു കറക്റ്റ് ആയിട്ട് ഉത്തരം പറയും. എങ്ങോട്ടൊരു ചായവില്ല, ചായവില്ല, ബയാസ് ഇല്ല. പിന്നെ ഞാനിപ്പോ ഈ കഴിഞ്ഞ ഒരു റീൽ എന്റെ കണ്ണിൽപ്പെട്ട് അതൊരു പെണ്ണ് ചെയ്യുന്ന റീലാണ്. ആ റീൽ പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്, അതിന്റെ ഒരു പൊരുൾ എനിക്ക് എപ്പോഴും കത്തിയില്ല. അതായത് എ ബോയ് കനോട്ട് ബി എ ഫ്രണ്ട് വിത്ത് എ ഗേൾ വിത്ത് നോ ഇന്റൻഷൻ. അതായത് ഒരാണിന് ഒരു പെണ്ണിനോട് ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഫ്രണ്ടായി ഇരിക്കാനോ ഒരിക്കലും പറ്റില്ല. അതായത് ഒരു ഇന്റൻഷൻ ഇല്ലാണ്ട് ഒരിക്കലും അവരോടൊപ്പം അങ്ങനെ അതായത് ചെലവഴിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നത്. അതായത് ആ പെണ്ണ് പിന്നെ എടുത്ത് പറയുന്നുണ്ട് ഏതെങ്കിലും ചാൻസ് കിട്ടിയാൽ ഒന്ന് ഹിറ്റ് ചെയ്യണം, അതായത് അവരായിട്ടൊന്ന് മുട്ടണം. ആ ഒരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് എല്ലാ ആണുങ്ങളും ഏതൊരു ഗേളിനോടായിക്കോട്ടെ ഫ്രണ്ട് ആവാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനോ ആഗ്രഹിക്കുന്നത് എന്നാണ് ആ റീൽ ആ ഒരു പെൺകുട്ടി പറയുന്നത്. അതിനോട് എന്തപ്പോ നീ യോജിക്കുന്നുണ്ടോ? ഞാനൊരു 99% യോജിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാൻ ഒരു സ്റ്റഡി വായിച്ചിരുന്നു, ക്യാൻ മെൻ ആൻഡ് വുമൺ ബി ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബോയ്സ് ആൻഡ് ഗേൾസ് ബി ഫ്രണ്ട്സ് എന്നിട്ട് ഒരു സ്റ്റഡി ഉണ്ട്. അപ്പൊ അതില് ഇവര് US നടന്നിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഇവർ സർവേ നടത്തുന്ന സമയത്ത് കുറെ പെൺകുട്ടികളെ ആൺകുട്ടികളെ വിളിച്ചു അവരോട് ജസ്റ്റ് സർവേ അടിസ്ഥാനത്തിൽ അവർ ചോദിക്കും. ഇപ്പോൾ ആൺകുട്ടികളോട് ചോദിക്കും, അത് പെൺകുട്ടികളോട് ആദ്യം ചോദിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും സെക്ഷൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലവ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചിലർ യെസ് എന്ന് പറയും, മിക്ക ആൾക്കാരും നോ എന്നാ പറഞ്ഞിട്ടുള്ളത് ഗേൾസ് എല്ലാവരും. പക്ഷെ ബോയ്സിനെ മാറ്റി നിർത്തി ചോദിച്ചാൽ ബോയ്സ് മിക്ക ആൾക്കാരും പറഞ്ഞു പറഞ്ഞാൽ 90% മുകളിൽ ആൾക്കാർ പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത്, അതായത് അവർക്ക് താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. ബോയ്സ് പറഞ്ഞാലും എന്താ പറയാ അവർക്ക് പൊട്ടൻഷ്യൽ ഒരു ഇതുള്ള ആൾക്കാരായിട്ട് അവർ കൂടുതൽ മുട്ടും. അതിപ്പോ ഒരു ഗേൾ ആവണമെന്നില്ല, കുറേ ബെസ്റ്റുകൾ അവർക്ക് ഉണ്ടാവും. പക്ഷെ ഗേൾസ് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് നമ്മൾ സ്ഥിരം പറയുന്ന സംഭവമാണ്. അതിപ്പോ ഗേൾസിന്റെ സൈക്കോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സംഭവം എടുത്താൽ അവർക്ക് അട്രാക്ഷൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഗേൾ കാണുമ്പോൾ അല്ല ഒരു ബോയിനെ കാണുമ്പോൾ ഓക്കെ ഭയങ്കര അടിപൊളി നമുക്ക് പോയിട്ട് ഒന്ന് ഹിറ്റ് ചെയ്യുക എന്നുള്ള സംഭവം ഗേൾസിന് ഒരിക്കലും വരില്ല. അവരെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നോക്കി അവരെ ഇപ്പൊ എന്താ പറയാ അവർക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാലാണ് അവർക്ക് ഇഷ്ടം വരുള്ളൂ. പക്ഷെ ബോയ്സ് അങ്ങനെയല്ല, അവളെ സ്വഭാവം ഇതൊന്നും അറിയണ്ട. മറ്റേ ഒരു ഇതില് പറയണ പോലെ
നമ്മളെ ഇതിൽ കണ്ടില്ലേ, നമ്മളെ ഒരു ടർക്കിഷ് ഇതിൽ കണ്ടില്ലേ, ആ ആ അടച്ചിട്ട് മിസൈൽസ്. മൊസീസിൽ അടച്ചിട്ട് ഇതാക്കണ പോലെ. അപ്പൊ അത്ര നമുക്ക് അത്ര ആവശ്യമുള്ളൂ. ആൺകുട്ടികൾ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അട്രാക്ഷൻ പോലും തോന്നണമെന്നില്ല. സോറി, ഭംഗി ക്യാരക്ടർ ഉണ്ടാവണമെന്ന് പോലും ഇല്ല അട്രാക്ഷൻ തോന്നാൻ. എത്ര അടിപൊളി ക്യാരക്ടർ നീ ഇപ്പൊ ഉണ്ടാവണമെന്നില്ല. പറഞ്ഞത് ഒരു ഫ്രണ്ടിന്റെ രീതിയാണോ? ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുവാണല്ലോ, അതായത് ഇപ്പോ ലവ് ചെയ്യുക അല്ലെങ്കിൽ ഇനി ഭാവിയിൽ മാരേജ് ചെയ്യുക, അങ്ങനെയൊക്കെ ആ രീതിയിലോട്ട് പോവാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. അതായത് ഇപ്പോ നമ്മളെപ്പോഴും ഒരു ഫ്രണ്ടായിട്ട്, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞാല് ഒരു അക്വൈന്റൻഷിപ്പും ഫ്രണ്ട്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അക്വൈന്റൻഷിപ്പ് പറയുമ്പോൾ ഓക്കെ ഞാൻ അറിയാം, ഓക്കെ ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമുക്ക് ക്ലാസ്മേറ്റ്സിന്റെ എക്സാമ്പിൾ പറയാം, ക്ലാസ്മേറ്റ്സ് എല്ലാവരും നമുക്ക് അങ്ങോട്ട് അറിയാം. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് ടീച്ചർമാരൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങോട്ട് അറിയാം. കാരണം ഫ്രണ്ട്സ് ആവുക, ഓക്കെ നമ്മൾ ഫ്രണ്ട്സ് ആണ്, നമ്മൾ ബഡീസ് ആണ്, അങ്ങനെ ആ ഒരു സംഭവം. ആ സംഭവത്തിലാണ് മിക്ക ആൾക്കാർ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിന്റെ ഉള്ളില് ഹോണസ്റ്റ് ആയിട്ട് ഒരു പറയുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു തോട്ട് കടന്നു പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷെ നേരെ മറിച്ച് എല്ലാ ആൺകുട്ടികളും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതെ, നീ ഇപ്പൊ അസെക്ഷൽ ആയിട്ടുള്ള ആൺകുട്ടികളുണ്ട്. നമ്മൾ പറയുന്നത് 99% പറയുന്നുള്ളൂ, ബാക്കി 1% അവിടെ ആൾക്കാരുണ്ട്. പക്ഷെ ആ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ വികാരം ഇല്ലാത്ത ആൾക്കാരാവണം. അല്ലാണ്ട് വികാരമുള്ള ആൾക്കാർക്ക് എന്തായാലും തോന്നും. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ വികാരം ഒരിക്കലും വരാൻ പറ്റാത്ത രീതിയിലുള്ള പെൺകുട്ടി ആവണം, വിരൂപയായിട്ടുള്ള സ്ത്രീ ആവണം. ആ വിരൂപത എന്ന് പറയുന്നതും ഓരോ സബ്ജക്റ്റീവാ. അപ്പൊ എനിക്ക് വിരൂപമായിട്ടുള്ള സ്ത്രീ ആവണം എന്നില്ല എനിക്ക്. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. മറ്റേ ഒരു സിനിമയിൽ മമ്മൂട്ടി പറയുന്ന പോലെ എന്റെ കണ്ണിലൂടെ കാണുന്ന പോലെയല്ല ആ ഒരു സംഭവം. ഇപ്പൊ പലരും പറയും ഇപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര ഫോൺ അഡിക്റ്റ് ആണ്, ഭയങ്കര പാരന്റ്സ് ഒക്കെ ഭയങ്കര കൺസേൺഡ് ആണ്. കുട്ടികളൊക്കെ ഭയങ്കര, എല്ലാ കുട്ടികളും ഫോൺ അഡിക്റ്റ് ആണ്, ഫോൺ വെച്ച് കൊടുത്താൽ മതി അതും കേട്ടിരുന്നോളൂ, അങ്ങനെ പല പാരന്റ്സും പറയലൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ 2023 നടന്ന സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് 6.6 hours ആണ് ഒരു ഒരു എന്താണ് ഒരു കുട്ടി, ഒരു ചൈൽഡ്ഹുഡ് പീരീഡിൽ ഒരു കുട്ടി ഫോൺ യൂസ് ചെയ്യുന്നത്. നേരെ മറിച്ച് പേരൻസ് യൂസ് ചെയ്യുന്നത് 7.7ന്റെ മുകളിലാണ്. അത് ഒരു കുട്ടി ആവറേജ് ഒരു കുട്ടി യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ ഫോൺ ആര് യൂസ് ചെയ്യുന്നുണ്ട്? പേരൻസ് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റഡി അനുസരിച്ചിട്ട്. അപ്പോൾ എടാ, ഞാൻ അവിടെ പറയണില്ലേ, അവിടെ പാരന്റിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ് അവിടെ. അതായത് എല്ലാവരും പറഞ്ഞല്ലോ കുട്ടികളാരെയും പാരന്റ്സ് കണ്ടേ പഠിക്കുക. അതിപ്പോ പാരന്റ്സ്, ഇപ്പൊ നീ പറഞ്ഞ കുട്ടികളായിട്ടും കൂടുതൽ പാരന്റ്സ് യൂസ് ചെയ്യുന്നത് നീ പറഞ്ഞു. ഈ പേരൻസ് ആണ്, അതായത് അവർക്ക് അവരുടെ ഒരു സേഫ് സോണിൽ ഇരിക്കണം. എല്ലാ പാരന്റ്സിനും എടുത്ത് പറയുന്നില്ല, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് വേണേ പറയാം. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതായത് പലവരും പല ജോലിയിൽ നിന്ന് പിള്ളേർക്ക് ഈ ഫോൺ അങ്ങ് വെച്ചു കൊടുക്കും. പക്ഷെ അവർ ചിന്തിക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ പോകെ അതിൽ അഡിക്റ്റ് ആയി പോകും. ഫുഡ് കഴിക്കാൻ അത് വേണം, അങ്ങനെ അത് ഫുഡ് കഴിക്കാൻ വേണം, അതിലാണ്ട് ഫുഡ് കഴിക്കുകയില്ല, അങ്ങനത്തെ രീതിയിലോട്ട് മാറിപ്പോകും. പറഞ്ഞ പാരന്റ്സ് അവരെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ മുന്നിൽ പരമാവധി ഫോണ് നോക്കുന്ന ഒരു സംഭവം നിർത്തിയിട്ട് കുട്ടികളെ ഇടപെട്ട് സംസാരിച്ച് അവരൊപ്പം കളിച്ച് ആ ഒരു രീതിയിൽ പോവാ. അവർക്ക് അതിന് മാത്രം ഫോണിൽ എന്താ ചെയ്യാനുള്ളത്? വർക്കാണ്, വർക്കിന്റെ ഒരു ടൈം ഉണ്ടാവില്ല, എപ്പോഴെപ്പോ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുട്ടികൾക്കായി എപ്പോഴും ഒരു ടൈം കണ്ടെത്തിയിട്ട് അവരുടെ മുന്നിൽ ഫോൺ ഉപയോഗിക്കേണ്ട അവസ്ഥ പരമാവധി ഒഴിവാക്കുക. എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാണ്, ബാക്കിയുള്ള ഒരു കാര്യം അറിയില്ല. പക്ഷെ ഞാൻ പറയണ പേരൻസ്, ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന പേരൻസ് അത്ര യൂസ് ചെയ്യില്ല, കുട്ടികളെ ഭയങ്കര കൺസേൺഡ് ആണ്. ഈ കൺസേൺഡ് ആണെന്ന് പറയുന്ന ആൾക്കാരാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. കാരണം അവരെ സ്ക്രീൻ ടൈം എടുത്ത് നോക്കിയാൽ മതി. അവരെ സ്ക്രീൻ ടൈം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുട്ടികളായിട്ട് കൂടുതലാവും. അതായത് ഇപ്പോ പ്രശ്നം തന്നെ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്യുന്നു, ചിലപ്പോൾ ഇവരെ മൊബൈലും കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇവര് കുട്ടികളുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് എന്താ അവിടെ എടുത്ത് വെക്കില്ല, അവരൊന്ന് യൂസ് ചെയ്യാണ്. കുട്ടികളുടെ മൊബൈൽ വാങ്ങിച്ചിട്ട് അവരെടുത്ത് വെക്കണം, അവര് യൂസ് ചെയ്തിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കേസ് പറയണ വിചാരിച്ചോ, ഞാനൊക്കെ ഫോൺ കാണുന്നത് തന്നെ എപ്പോഴാണ്, എനിക്ക് മെയിൻ ആയിട്ട് സ്വന്തമായിട്ട് ഫോൺ കിട്ടുന്നത് +1 ആ ടൈമിലാണ്. അതായത് അതുവരെ ഒരു 7, 8, 9 ഞാൻ അമ്മയുടെ ഫോൺ ഉപയോഗിച്ചു. പക്ഷെ അമ്മയുടെ ഫോൺ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ടച്ച് ഫോൺ കിട്ടിയത്, ഇപ്പൊ എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, ഞാൻ ഇപ്പൊ ഒരു 5 കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് ടച്ച് ഫോൺ. അതൊരു സ്വിച്ച് ഫോൺ ഉപയോഗിച്ചായിരുന്നു, നീ ആലോചിക്കണം. അതായത് നമ്മുടെ ഒരു കാലഘട്ടം പോലെയല്ല ഇപ്പോഴത്തെ ചെറിയ കുട്ടികളെ ഒരു ഐഫോൺ വാങ്ങി കൊടുക്കൂടാ, ആ രീതിയിലോട്ടാ പോകുന്നത്. ഇപ്പൊ എൻ്റെ ഒരു കാലഘട്ടം പറഞ്ഞാൽ ഫോൺ കിട്ടുന്ന ഈ ഒരു ടൈം ആകുമ്പോഴാണ്. ബട്ട് നമ്മളിപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് ഇത്തരം അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ വരുന്ന ഈ പാരന്റ്സിന്റെ ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഇനിയിപ്പൊ അവരെവിടെ എത്തും? ഇപ്പൊ നമ്മൾ പറയുന്നവര് വേറെ രീതിയിലായിരിക്കും മേ ബി എടുക്കുക. അവരിപ്പോ അവരുടെ ഭാഗത്ത് ഒരു ചോദ്യം ഇപ്പൊ ഇങ്ങോട്ട് വരും, ഇപ്പൊ നീ ഇപ്പൊ ഫോൺ നോക്കുന്നില്ലേ, ആ ഒരു ചോദ്യം എന്തായാലും വരും, തീർച്ചയായിട്ടും വരും. നിന്റെ സ്ക്രീൻ ടൈം എത്രയാ? നിന്റെ സ്ക്രീൻ ടൈം എത്ര? ബട്ട് അവിടെ നമ്മളത് കുറയ്ക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ ദൂഷ്യഫലങ്ങളും നമുക്കറിയാം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊന്നും അറിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കാൻ ഫോൺ അങ്ങ് വെച്ചു കൊടുക്കും, അവര് കഴിക്കും.
അമ്മമാരുടെ പണി വേറെ നടക്കുകയും ചെയ്യും, അവർ ഫോൺ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ കുട്ടികൾ അഡിക്റ്റ് ആവുന്ന കാര്യം അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അത് കുറെ വളർന്ന് വരുമ്പോൾ ഇവൻ അഡിക്റ്റ് ആണ്, നിനക്ക് മൊബൈൽ യൂസ് ചെയ്യാണ്ടിരുന്നോടെ, നീ എന്തിനാ എപ്പോഴും ഇത് കുത്തിയിരിക്കുന്നു. പക്ഷെ ഒരു ചെറുപ്പത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് യൂട്യൂബ് എടുത്ത ഇപ്പൊ നമുക്ക് സ്റ്റഡീസ് ഒന്നും നോക്കേണ്ട ആവശ്യം പോലില്ല. സ്റ്റഡീസിൽ ഇപ്പൊ പേരൻസിനായിട്ടും കുട്ടികളായിട്ടും കൂടുതൽ പേരൻസ് യൂസ് ചെയ്യുന്ന സ്റ്റഡീസ് എടുത്ത് നോക്കേണ്ട ആവശ്യം പോലും. യൂട്യൂബിൽ നമ്മളിപ്പോ ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ യൂട്യൂബിൽ ട്രെൻഡിങ്ങിലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായിരുന്നു കരിക്ക് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഈ യങ്സ്റ്റേഴ്സ് കാണുന്നതാണ് കൂടുതൽ. അതായത് കൂടുതൽ അന്ന് മൊബൈൽ ഉണ്ടായിരുന്ന യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് കൂടുതൽ അവരായിരുന്നു കൂടുതൽ ഇത് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കൂടുതൽ അങ്ങോട്ട് പോയി അല്ലെ എന്താ മനസ്സിലായിട്ടില്ല. എന്നാൽ ഈ യൂട്യൂബിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ്ങിൽ നമ്മൾ കേരളത്തിൽ എടുത്ത് നോക്കുമ്പോൾ എന്താണ് ഏതെങ്കിലും ഡേ ഇൻ മൈ ലൈഫ്, ഏതെങ്കിലും പെൺകുട്ടികളുടെ ഡേ ഇൻ മൈ ലൈഫ്, കുക്കിംഗ് വീഡിയോസ്, സീരിയലുകളുടെ പ്രൊമോ വീഡിയോസ്, ഇതൊക്കെയാണ് ട്രെൻഡിങ്ങിൽ എടുക്കുന്നത്. അത് പണ്ട് ട്രെൻഡിങ്ങിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഈ കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്ക് മൊബൈൽ കിട്ടിയപ്പോൾ എന്തായി, അവർ ഈ ഇപ്പൊ ടി വിയിൽ കാണുന്ന സംഭവങ്ങൾ മൊബൈലിൽ വരാൻ തുടങ്ങി. പിന്നെ അവർ ടി വി യൂസ് ചെയ്യുന്നുണ്ട്, മൊബൈൽ ആയതുകൊണ്ട് തന്നെ അവർ ഈ സംഭവങ്ങളൊക്കെ മൊബൈലിൽ കാണാൻ തുടങ്ങി. ഞങ്ങളുടെ പിന്നെ പറയേണ്ട ആവശ്യമുണ്ട്. അവർക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു 4-5 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുള്ളൂ നമ്മൾ യൂസ് ചെയ്യണത്. പക്ഷെ അവർക്ക് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളാണ്, പലതരം ഗ്രൂപ്പുകൾ. എന്താ പറയാ, അപ്പൊ അവരെ ഒരു ഫാമിലി ഗ്രൂപ്പ് നമുക്കറിയാം, ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് നോക്കിയാൽ മതി നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ നമ്മളാണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്, അതല്ല പേരൻസ് ആണ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത്. ജസ്റ്റ് നോക്കിയാൽ മതി. പേരൻസ് ആവും എന്താണ് ഗുഡ് മോർണിംഗ് കിട്ടുന്ന പരിപാടികളും, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ എസ് എഴുതി വിടുന്ന സംഭവങ്ങൾ, അത് നമ്മൾ വായിക്കലും കൂടി ഇല്ല. അതൊക്കെ അവരായിരുന്നു വായിക്കില്ല. അപ്പൊ ഈ വായിക്കുമ്പോൾ സ്ക്രീൻ ടൈം കൂടുകയാണ്. അങ്ങനെ സംഭവങ്ങൾ കൂടുതൽ അവരാണ് ചെയ്യുന്നത്. ഈ ഫോർ അവർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇവര് പറയുന്നത് ഇപ്പൊ എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ അവരെ മറ്റേ സേവ് ദ ഡേറ്റ് 4 അവർ എന്നെല്ലായിടത്തും ഈ 4 അവർ എന്തിനാ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇവർക്ക് ലൈഫ് ലോങ്, അതായത് ഇവരെന്തോ ദേഷ്യം സ്ട്രെസ് അടച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഒരു മാരേജ് കഴിഞ്ഞാൽ. ആ രീതിയിൽ അവര് പറയുന്നത്. ഇവര് പറയുന്നത് അധികാരം പൂവില്ലാണ് അങ്ങനെ പോകേണ്ട ആവശ്യം എന്താണ്. അതായത് മൈത്രേന്റെ ഒരു കൺസെപ്റ്റ്, മൈത്രയാൻ തന്നെ മൈത്രേന്റെ ഒരു കൺസെപ്റ്റ്. അതായത് എന്തിനാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, അവർക്കൊരു സെക്ഷൽ ഫ്രീഡം കൊടുത്തൂടെ, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് അവർ പോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നമ്മളും പോട്ടെ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച്, അതായത് ഓപ്പൺ റിലേഷൻഷിപ്പ്. നീ ആലോചിച്ച് നോക്ക്, ഈ റീല് ഇത് പറഞ്ഞല്ലോ എത്ര പേര് കാണും, ഒരുപാട് പേര് കാണും. ഒരു തന്നെ ഇൻഫ്ലുവൻസ് ആയാലും പിന്നെ ടോട്ടലി എല്ലാം മാറി. അന്നേരം അവർക്ക് കല്യാണം കഴിച്ചത് ഇപ്പൊ എന്തിനിപ്പോ ആ രീതിയിലോട്ട് മാറൂലേ. അതായത് ഇപ്പൊ ഒരാളിപ്പോ കല്യാണം കഴിച്ച് ഇവര് പറഞ്ഞ പോലെ വീർപ്പുമുട്ടി സ്ട്രെസ്ഫുൾ ആയിട്ട് ഇങ്ങനെ സെക്ഷൽ ലിബറേഷൻ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ അടച്ചുമൂടി ഇരിക്കുക വിചാരിച്ചു. അപ്പൊ പെട്ടെന്ന് ഈ റീൽസ് കാണുമ്പോൾ ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ എല്ലാവരും, ഞാൻ മാത്രം എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്ന ഒരു തോട്ട് ഇവർക്കും വരും. തോട്ട് അന്നേരം ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ള അത്രേ ഉള്ളൂ. ഒരു അച്ഛനും അമ്മയും ഒരു വളർത്തിയും കൊണ്ട് വരിക, ഒരു ടൈം ഇരിക്കും അടുത്തവനെ അങ്ങ് തട്ടിക്കളയാ, ആ രീതിയിലോട്ട് വരാം. അവരും ഫോർവേഡ് കൺസെപ്റ്റ് തന്നെ പിടിച്ചോണ്ട് പോകുന്നത്. അതന്നെ എന്ത് ഫോർവേഡ് അല്ലേ. അത് ഇങ്ങനത്തെ ഒരു സൊസൈറ്റി ഇങ്ങനെ ബിൽഡായി വരുന്നുണ്ട് ഏതോ ഒരു മുക്കില്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചറിന് ഇപ്പൊ എന്താവുന്നേ പറയാൻ പറ്റില്ല. ഇത് കൂടുതൽ പ്രോഗ്രസീവ് ആണ്, ആധുനിക പൗരനായിക്കൊണ്ടിരിക്കുകയാണ്, ആധുനിക പൗരനും പൗരിയുമായി കൊണ്ടിരിക്കുകയാണ് കുറെ പേര്. ആ രീതിയിലോട്ട് ഇത് മാറും. അതായത് മിക്ക ആൾക്കാരും +2 കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിപ്പോ ഒരു ഇതില്ല, എന്താ ചെയ്യുക ലൈഫിൽ, ഇപ്പൊ എന്താ ചെയ്യുക. അപ്പൊ അവരിങ്ങനെ നോക്കുമ്പോൾ ഓക്കെ ബിടെക് കാണുമ്പോൾ എന്താ ബിടെക് അടിപൊളി സംഭവം, എല്ലാവരും ഇങ്ങനെ എല്ലാവരും ബിടെക് എടുക്കുന്നുണ്ട്. എന്നാൽ ബിടെക് ഒരു വെയിറ്റ് ഉണ്ട്, ബിടെക് എടുത്ത് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് കിട്ടും. പല കോളേജിലും 99%, അങ്ങനെ ചിലർക്ക് 100% പ്ലേസ്മെന്റ്. അങ്ങനെ കാണുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ പ്ലേസ്ഡ് ആയി കയറി പോകാന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ബിടെക് എടുക്കും. മിക്ക ആൾക്കാരും റോഡ് മാപ്പ് ഞാൻ പറയണത്. അങ്ങനെ അവർ ബിടെക് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇവർ ഇങ്ങനെ കുറെ 4 വർഷം അങ്ങനെ ഇരുന്ന് അങ്ങനെ സപ്ലിക്ക് എങ്ങനെയൊക്കെ ഇതാക്കി എഴുതിയെടുത്ത് സാധനം ചിലവർ എഴുതിയെടുക്കില്ല, ഒക്കെ ബിടെക് കഴിഞ്ഞ് ഇറങ്ങി വരും. ബിടെക് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവർക്ക് സ്കിൽസും ഒന്നുമില്ല. അവസാനം ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയാലായി അതിന് ഒരു ജോലിക്ക് കയറാൻ പറ്റുമോ, ഇല്ല. പ്ലേസ്മെന്റ് ആയോ, ഇല്ല. പ്ലേസ്മെന്റ് ആവും ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ, അല്ല ബാംഗ്ലൂർ ഏതെങ്കിലുമൊക്കെ ഒരു മുക്കിലാ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ചെന്നൈയിൽ എന്തെങ്കിലും കോൾ സെന്ററിൽ ചിലപ്പോൾ, ബാംഗ്ലൂരാണ് പക്ഷെ കോൾ സെന്ററിലാവും, അത് വേറെ കാര്യം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇവിടെ കിട്ടും. അതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തെ ഒരു ഇതുണ്ട്, കോഴ്സ് ഉണ്ടാവും, 6 മാസത്തെ കോഴ്സുകൾ. ഇപ്പൊ മിക്ക ആൾക്കാരും ഒരു ഹബ്ബ് എന്ന് പറഞ്ഞാൽ കൊച്ചിയാണ്. കൊച്ചിയിൽ പോവുക 6 മാസത്തെ കോഴ്സ് ചെയ്യുക, കൊച്ചിയിൽ പോവുക 6 മാസത്തെ കോഴ്സ് ചെയ്യുക. ഇതന്നെ എല്ലാവരും ഒരു സംഭവിക്കണം. അതായത് വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ കൊച്ചിയിൽ ഇങ്ങനെ ബോർഡുകൾ കാണാം, 100% പ്ലേസ്മെന്റ്, ഇത് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ജോലി കിട്ടിയില്ല പൈസ എടുത്ത് തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ കാണാം. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഓക്കെ ഇത് ജെന്യൂൻ ആണെന്ന് വിചാരിച്ചിട്ട് അവരോടെ പോയി ചേരുന്നു, ഫോണ് അത് കഴിഞ്ഞിട്ട് ഇറങ്ങണ്. അവർക്ക് അവിടെ സ്കിൽസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അവിടെ ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ ഏതെങ്കിലും ഒരു ജോലി ചായക്കടയിൽ കൊടുത്താലും ജോലിയായില്ലേ, പൈസ തിരിച്ചു കൊടുക്കണ്ടല്ലോ. അതന്നെ ജോലി എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഏത് ജോലി എന്ന് പറഞ്ഞിട്ടില്ല. എടാ പിന്നെ ഇതിലത്തെ ഏറ്റവും വലിയ ഇത് പറഞ്ഞത് ഇതൊരു ഓൾറെഡി ബിൽട്ട് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണത്.
എന്ത് നമുക്ക് വേണ ഒരു ലൂപ്പിലാണെന്ന് തന്നെ നമ്മൾ വേണേൽ പറയാം. LKG പഠിക്കുന്നു, UKG പഠിക്കുന്നു, ഓക്കെ, അതൊരു ബേസിക് സ്റ്റഡിയാണ്, എല്ലാവർക്കും വേണം. അതിലൊന്നുമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞു, +1 +2 കഴിഞ്ഞു, പിന്നെ അങ്ങോട്ട് ഏതാ നമുക്ക് ബിടെക്, BSc, BArc, MTech, അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് അത് അങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ദിവസമാണ്. ഇപ്പോൾ അതിന് നമ്മളൊരു 100% ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അതിൽ മേ ബി ഒരു 50% ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ്, നമുക്ക് എന്തുകൊണ്ടൊരു സംഭവം തുടങ്ങിക്കൂടാ, ഇതിനോട് ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിക്കൂടാ, ഇതിനിപ്പോൾ ഇതിങ്ങനെ പഠിക്കേണ്ട ആവശ്യം. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ അവൻ അതിൻ്റെ വേണ്ട ആവശ്യങ്ങൾ എങ്ങനെ ഓയിൽ പഠിച്ചെടുക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്തിക്കുന്ന സംഭവമേ ഇല്ല. പിന്നെ ഞാൻ ഈ കഴിഞ്ഞിടയായിട്ട് ഇത് ബേസിൽ ഒരു റീൽ കണ്ടതാണ്, മറ്റേ അവരെന്താണ് കോഡിംഗ് ഫ്യൂച്ചർ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ സംഭവമല്ലേ, പ്രോട്ടോടൈപ്പ്. അതിലത്തെ മെയിൻ പുള്ളി പറയുന്ന ഒരു സംഭവം, ഒരു പയ്യൻ ബിടെക് എടുത്ത് കമ്പ്യൂട്ടർ സയൻസ് ഏതോ ആയിക്കോട്ടെ, എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസ് ആണ്, ഈ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ച് എഴുതി സപ്ലി ക്ലിയർ ആക്കി, ഇവരെന്ത് ചെയ്യണ പഠിച്ച അങ്ങനെ ഛർദ്ദിക്കുന്നത്. കാരണം ഇപ്പൊ ഇങ്ങനെ നമ്മുടെ ഇപ്പൊ ഒരു ഏരിയയിൽ എത്ര പേര് മനസ്സിലാക്കി പഠിക്കുന്നവരുണ്ടാവും? എത്ര പേരുണ്ടാവും? ഉണ്ടാവില്ല. അല്ല, അയാൾ തന്നെ പറയുന്നത് ഇതിൽ ഈ പഠിച്ച് പാസ്സായവർക്ക് എത്ര പേർക്ക് പക്കയായിട്ട് കോഡിങ് ചെയ്യാൻ അറിയാം, എത്ര പേർക്ക് മനസ്സിലാക്കി ചെയ്യാൻ അറിയാം, എത്ര പേർക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊജക്ട് ചെയ്യാൻ അറിയാം? അങ്ങനത്തെ ചോദ്യങ്ങൾ തന്നെയാണ്. അത് സത്യം സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കാൻ തന്നെ വേണം പറയാം. നമ്മള് പുറത്ത് കിടക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അതൊരു ഓപ്ഷൻ ഇല്ല അവിടെ. അതെ, ഇപ്പൊ എല്ലാരും പരിപാടി പറഞ്ഞാൽ ഇൻസ്റ്റ ഡിസേബിൾ ആക്കിയിടാ, അത് വലിയൊരു ട്രെൻഡ് ആയിക്കണം ഇപ്പൊ. അതായത് ഇപ്പോ ഇൻസ്റ്റ ഡിസേബിൾ വലിയൊരു സംഭവം പോലെ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡിസേബിൾ ഡിസേബിൾ അത് സംഭവം എന്താ കാരണം? എന്താ അത് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞാൽ ഫുൾ തേഴ്സ്റ്റ് ട്രാപ്സ് ആടാ, ഫുള്ള് ബ്രെയിൻ റോട്ട് ഭയങ്കര പ്രശ്നമാണ്, അങ്ങനെയാണ് അങ്ങനെ എന്നൊക്കെ പറയും. അപ്പൊ ഓക്കേടാ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇവരെ അടുത്ത് ഇങ്ങനെ പോയി നോക്കും, ഇവരിങ്ങനെ സ്ക്രോൾ ചെയ്യണേ, എന്താ സംഭവം, ഈ ഇൻസ്റ്റാഗ്രാം ഡിസേബിൾ ചെയ്ത്, ഇത് ഫേക്ക് അക്കൗണ്ടാടാ. അതായത് അവർ ഇൻസ്റ്റാഗ്രാം ഡിസേബിൾ ചെയ്തെന്ന് പറയുന്നത് വേറെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും, പിന്നെ വന്ന് കയറും. ആണ് മിക്ക ആൾക്കാരെ ഇപ്പോഴത്തെ ഒരു പരിപാടി. എടാ ഇപ്പോ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അവസ്ഥ, ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് ഓക്കെ സെറ്റ്, റീലൊന്നും കാണില്ല, പെർഫെക്റ്റ്, അങ്ങനെ റെസ്പെക്ട് ചെയ്ത്. മറ്റേ യൂട്യൂബിൽ ഷോർട്സ് ഉണ്ട്, പിന്നെ എന്തിനാ ഇൻസ്റ്റാഗ്രാം കളഞ്ഞ്? രണ്ടിലും അൺലിമിറ്റഡ് അല്ലേ റീൽസ്, ഷോർട്സ് ആയാലും. പിന്നെ അതെ, ഷോർട്സ് അല്ലേ എന്നൊക്കെ, ആ ഒരു അവസ്ഥ. അതായത് എങ്ങനെ പോലും നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സാധനത്തിന്. നമ്മൾ റീൽസ് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നേരെ ഷോർട്സിലേക്ക് പോകും, ഷോർട്സും ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഇതിലേക്ക് പോകും. കുറെ സ്ഥലങ്ങളിൽ മറ്റേ സ്കൂൾ പിള്ളേരായിട്ട് കുറെ അടിയിടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ അതിന് ഞാൻ ഒരു കേട്ടൊരു കോൺസെപ്റ്റാണ്, ഈ സിനിമ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇവർ അങ്ങനെ ചെയ്യുന്നത്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ പറഞ്ഞ ഫൈറ്റ് വേണം, മീൻസ് ഫൈറ്റ് വേണം ഉറപ്പിച്ച്. ആ സിനിമയുടെ രീതി അങ്ങനെയാണ്. അപ്പൊ ഈ പിള്ളേർ ഇത് കണ്ട് അത് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെ ഒരു തോന്നില്ല. അത് ഓരോരുത്തരുടെ മൈൻഡാണോ എന്താ ഏതാ ഒറ്റയ്ക്ക് പേഴ്സൺ, നിന്റെ അഭിപ്രായം എന്താ? എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഡ്രഗ്സ് ആണെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ, ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇപ്പൊ സൂയിസൈഡ് ചെയ്യുക, പണ്ടൊക്കെ നമ്മൾ സൂയിസൈഡ് ചെയ്യുക ജസ്റ്റ് ഒരു 200 വർഷം ബാക്കിൽ കഴിക്കും. നമ്മൾ സൂയിസൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് പല ഓപ്ഷൻസും കടന്ന് വരാൻ ചാൻസ് ആണ്. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ എക്സാമ്പിൾ ഒരു കുട്ടി, ആ കുട്ടി ജനിച്ച് വളർന്ന് ഒരു സാധാ നാട്ടുമ്പുറത്ത് വളർന്ന്, ആ കുട്ടി സൂയിസൈഡിനെ പറ്റി അറിഞ്ഞിട്ട് പോലും ഇല്ല. സൂയിസൈഡിനെ പറ്റി അറിഞ്ഞിട്ട് പോലും എന്ന് വിചാരിച്ചോ, അങ്ങനെ വളർന്ന് ഒരു 10-20 വയസ്സായി. അങ്ങനെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട്, പക്ഷെ അയാൾ കാണുന്ന ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ കഷ്ടപ്പാടുകളും ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണത്, അത് അവര് ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചിട്ട് അവരങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ അയാൾക്ക് ഒരു സൂയിസൈഡ് എന്നുള്ള ചിന്ത അയാളുടെ മനസ്സിൽ വന്നിട്ട് പോലും ഇല്ല. അങ്ങനെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്നെങ്കിൽ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സൂയിസൈഡ് ചെയ്യാൻ മനസ്സിൽ തോന്നി വിചാരിച്ചോ, സിനിമകളിലും അല്ലെങ്കിൽ അങ്ങനെ സംഭവത്തിലും ന്യൂസ് പോലും നമ്മുടെ അടുത്ത് ഞാൻ തൂങ്ങിച്ചത്തു അങ്ങനെ ഇതാക്കി, എലിവേഷൻ കഴിച്ചു, അത് കഴിച്ചു, അങ്ങനെ ഫുഡ് പോയിസൺ അടിച്ചു, അങ്ങനെ ഓപ്ഷനുകളുടെ ലിസ്റ്റ് ഒക്കെ മൊത്തം നമുക്ക് എന്ത് സിനിമകളിലും അങ്ങനത്തെ മീഡിയകളിലും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതൊരു ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഡ്രഗ്സിന്റെ സംഭവം, ഇപ്പോൾ ഒരു എന്താ പറയാ, നമ്മളെ ഈ കാർഡിലുള്ള പരിപാടി എന്താണ് അതിന്റെ പേര്, MDMA. അങ്ങനത്തെ ഒരു സംഭവം നമുക്കിപ്പോ യൂസ് ചെയ്യണം എങ്ങനെ നമുക്കറിയില്ല. പക്ഷെ ക്രെഡിറ്റ് കാർഡിലാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യണം. ഞാൻ ഒരു ന്യൂസിലും വായിച്ചതല്ല, ഞാൻ എവിടെയും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടതല്ല, അത് സിനിമയിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കിട്ടിയതാണ്. അപ്പൊ ഇതൊക്കെ സിനിമയിൽ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിപ്പോ മാസ് BGM വരികയാണ് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഓക്കെ, അത് കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു സംഭവമാണ്. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ, എനിക്ക് ഇൻഫ്ലുവൻസ് സംഭവം ഒന്നും അറിയില്ല. ജസ്റ്റ് എക്സാമ്പിൾ പറയാം, ചെറുപ്പത്തിൽ ഞാനൊക്കെ ഈ പേപ്പർ ചുരുട്ടിയിട്ട് വലിക്കും, ഇങ്ങനെ സിനിമത്തെ പാട്ടിൽ ഇങ്ങനെ നടന്നു പോകും. അത് സിനിമയുടെ ഇൻഫ്ലുവൻസ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ആ സിനിമ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ വലിക്കൂല. പക്ഷെ വേറൊരിത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
പല സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ്, അതായത് ചുരുക്കം ചിലവരെന്ന് വേണേ പറയാം, അവർ പ്രത്യേകം എടുത്തു പറയും ഇന്റർവ്യൂവില്, അതായത് എന്നെ ഒരു സിനിമയിൽ കാണുന്ന ഒരിക്കലും അതായത് അനുകരിക്കരുത്, കാരണം അത് സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എടുത്തു പറയുന്നവരുണ്ട്. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞ പോലെ പിള്ളേർ ഇതുകൊണ്ട് മാസാ പറഞ്ഞ് നടന്ന പിന്നെ നമുക്ക് അവിടെ കാര്യമില്ലല്ലോ. അങ്ങനെ അവർക്ക് പറയാം, അത് കണ്ടിട്ട് അനുകരിക്കുക. തുടക്കത്തിലും പറയുന്നുണ്ട് പുകവലി എന്നൊക്കെ ഹാനികരാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് മാസമായി കാണിച്ചത് ഫൈറ്റ് ചെയ്യണത്, ഇപ്പൊ ഇടിക്കണത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സിനിമയിലത്തെ ഒരു സീന വിചാരിച്ചോ, ഇപ്പൊ ഇവരെ അടുത്ത് ഒരാൾ ഒന്ന് ഇടിച്ച് ഇപ്പൊ ഒന്ന് പറയണം, എടാ നീ പോയി പോലീസിനോട് പറയടാന്ന് പറയാം. അപ്പൊ എടാ പോലീസിനോട്, അപ്പൊ ആ സിനിമത്തെ ഡയലോഗ് എന്ന് വിചാരിച്ചു, പോലീസിനോട് പറയണതൊന്നും ആണത്തല്ല, നീ പോയി തിരിച്ചിടിക്കണം, അതാണ് ആണത്ത. പോലീസുകാരെ വന്നിട്ട് എന്ത് ചെയ്യാനാ, നിയമത്തിനൊന്നും നമുക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല സിനിമയിലും ഉണ്ട്, തീർച്ചയായിട്ടും. നീ നിയമത്തിന് വിട്ടുകൊടുക്കരുത്, നീ പോയി ഇടിക്കണം, അങ്ങനെ പല സിനിമയിലും പറഞ്ഞ് മാസും ബിജിഎം ഒക്കെ കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാർ കാണുമ്പോൾ ആൾക്കാരെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതാണ് അവര്. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് കണ്ടൊന്നും ഇൻഫ്ലുവൻസ് ആവരുത്, ഇതൊക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നതാണ്. അത് ഇൻഫ്ലുവൻസ് ആവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻഫ്ലുവൻസ്ഡ് ആവും ഓട്ടോമാറ്റിക്കലി, നമ്മുടെ ബ്രെയിൻ അങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കാണുന്ന ആൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. ഒരാൾ ഇൻഫ്ലുവൻസ്ഡ് ആവരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കേട്ടിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ ഓക്കെ, അല്ലാതെ ആ ഇന്റർവ്യൂ എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ടാവണം. അതിപ്പോ ചുരുക്കത്തിൽ കുറച്ച് പേര് തന്നെ ആവുള്ളൂ. ആ ഇന്റർവ്യൂ കുറച്ച് ആൾക്കാരാണ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാം നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും ഇപ്പം നമ്മളെ മാതിരി മുമ്പിൽ തെറ്റിയിരിക്കുകയാണ്, എല്ലാവർക്കും ഒരു ഒരു ജോലി പോലും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മളെല്ലാവരും ഒരേ ലെവലിലാന്ന് വിചാരിക്കും. ചില ആൾക്കാരൊക്കെ ഇപ്പോൾ സ്റ്റോറീസ് ഒക്കെ എടുത്തുകൊണ്ട് പല ആൾക്കാരും പല സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പല ആൾക്കാരും പല അവസ്ഥകളൊക്കെ. അല്ലെങ്കിൽ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സാഡ് റീൽസ് ഒക്കെ ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ കമന്റ് ബോക്സിലൊക്കെ ഞാൻ മാത്രമല്ലല്ലോ എല്ലാവരും ഇങ്ങനെ തന്നെ നമുക്കങ്ങനെ തോന്നും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ലിങ്ക്ഡിൻ ഒന്ന് എടുത്ത് നോക്കണം. ലിങ്ക്ഡിൻ എടുക്കുമ്പോൾ നമുക്ക് റിയാലിറ്റി, ഇത് ഹാഷ് റിയാലിറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് അറിയാൻ പറ്റും. അതായത് ലിങ്ക്ഡിൻ എടുത്ത് നോക്കുമ്പോൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ റൂമിൽ ചെക്കനാവും. അപ്പൊ നമുക്ക് തന്നെ അനുഭവം ഉള്ളത്, നമ്മൾ തൊട്ടപ്പുറത്തെ റൂമിൽ ചെക്കനാവും, അല്ലെങ്കിൽ നമ്മൾ തൊട്ടിപ്പുറത്ത് നമ്മളിപ്പോൾ ഒരേ റൂമിൽ ചെക്കനാവും. പക്ഷെ ഇവൻ ഇത്ര പോലെ ഇവന്റ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവൻ ഇന്നലെ മിഞ്ഞാന്ന് ഒരു ഹാക്കത്തോണ്ട് പോയിട്ടുണ്ട്. ഇതൊന്നും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇതൊന്നും പറയില്ല. ഇതൊക്കെ കൂടിയിട്ട് അവൻ പോസ്റ്റ് ചെയ്യാം ഇവിടെ ലിങ്ക്ഡിനിൽ. എന്താണ്, ഞാൻ അവിടെ പോയിട്ടുണ്ട്, ഞാൻ അത്ര ഇവന്റിൽ. നമ്മൾ തരും ഇതൊക്കെ എപ്പോ, നമ്മളാണെങ്കിൽ ഒരു ഇവന്റിനും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല, നമ്മളിവിടെ ചൊറിയും കുത്തിയിരിക്കുക. നമുക്കൊരു കുറ്റബോധം. നേരെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ സംഭവമൊന്നുമില്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾക്ക് ട്രിപ്പ് അടിക്കണം, അതടിക്കണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ലിങ്ക്ഡിൻ എടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയാ, ഒരു റിയാലിറ്റി ഫേസ് ചെയ്യുന്ന ഒരു സംഭവമല്ലേ, അതാണ്. പക്ഷെ നേരെ കുറച്ച് ഇൻസ്റ്റാഗ്രാമുകാർ ഇങ്ങനെ കൊണ്ടുവന്ന, അതായത് നമ്മൾ പണ്ടേ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമുകാരുടെ അൽഗോരിതം മാറ്റി, അതായത് പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ കൊണ്ടുവരുന്ന അത്രയും ബെറ്റർ ആയിരിക്കും. നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ എന്താവും, ഇന്ന പോലത്തെ സംഭവങ്ങൾ വരുമ്പോൾ അത് നല്ല കാര്യമാണ്, അത് നമുക്ക് അങ്ങനത്തെ സംഭവം കൊണ്ടുവരുന്ന എത്രമാത്രം നല്ലതായിരിക്കും. പക്ഷെ അത് അവർ ചെയ്യില്ലല്ലോ. പിന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാമുകാർക്കായാലും ആർക്കായാലും എന്താ വേണ്ട, പൈസ അല്ലേ വേണ്ടത്. അന്നേരം ഒരാളെ എത്രമാത്രം ക്രേവ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിന്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും ചെയ്യും. അത് കൂടുതൽ ആൾക്കാർ കാണുന്ന സംഭവം പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതെനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഒരു പ്ലാറ്റ്ഫോമാണ്, ആ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ വന്നിട്ട് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിനെ റെസ്ട്രിക്ട് ചെയ്യുക. അത് പറഞ്ഞാൽ കറക്റ്റാ, ഇൻസ്റ്റാഗ്രാമിനെ റെസ്ട്രിക്ട് ചെയ്യുക. റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ആൾക്കാർക്ക് അവരുടെ പകുതി അവിടെ പോയി റെസ്ട്രിക്ഷൻസ് വന്നാ, എന്തിനാണ് ചെറിയ കുട്ടികൾ ഉപയോഗിക്കുന്ന പോലും റെസ്ട്രിക്ഷൻസ് ഉണ്ടായില്ല. ഇപ്പൊ വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമും ലിങ്ക്ഡിനും നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ലിങ്ക്ഡിനിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇടുക വിചാരിച്ചു, ഓക്കെ ഞാൻ ഒരു ഹാക്കത്തോണിൽ പോയി. അത് മിക്ക ആൾക്കാരും ഈ ലിങ്ക്ഡിനിലാണ് ഹാക്കത്തോണിന്റെ കാര്യങ്ങളൊക്കെ സാധനങ്ങൾ ഇടുക, ഇൻസ്റ്റാഗ്രാമിൽ ഇടില്ല. അതിന്റെ ഒരു മെയിൻ റീസൺ തോന്നിയെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിപ്പോൾ ഇടുക ഞാൻ ഹാക്കത്തോണിൽ പോയി ഫസ്റ്റ് അടിച്ചു എന്ന് ഇതാ വിചാരിച്ചു, ആൾക്കാർ കമന്റ് ബോക്സ് അതിന് ഞാനെന്ന് വേണം, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതിലാവും, അതിന് നീ ഏതാ, ആ ഒരു ഇതിൽ ഇവരുടെ അടിച്ചു നോക്കുന്ന രീതിയിലാവും എല്ലാവരും കമന്റ് ബോക്സിൽ ഇടുക. ചില ആൾക്കാരിൽ ചിലപ്പോൾ ഒരു തംസപ്പ് പോലെ ഒരു ഇമോജി ഇട്ടാലായി. പക്ഷെ ലിങ്ക്ഡിനിൽ അങ്ങനല്ല. ലിങ്ക്ഡിനിൽ ഞാൻ ശ്രദ്ധിച്ചു പറഞ്ഞാൽ പ്രീലോഡഡ് മെസ്സേജസ് ഉണ്ടാവും. ഇതേ പോസ്റ്റ് ലിങ്ക്ഡിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ബെസ്റ്റ് വിഷസ്, ഐ എം പ്രൗഡ് ഓഫ് യു എന്നിട്ട് കുറെ സംഭവങ്ങൾ നമ്മൾ വിചാരിക്കും ഉപരി ടൈപ്പ് ചെയ്തുണ്ടാക്കിയല്ല, ഇതെല്ലാം ലിങ്ക്ഡിൽ പ്രീലോഡഡ് ആയിട്ട് അങ്ങനെ വരും. അത് പ്രീലോഡഡ് ആയിട്ട് പോസ്റ്റ് എങ്ങനെയാണ് അതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് പ്രീലോഡഡ് ആയിട്ട് മെസ്സേജുകൾ വരും, അപ്പോൾ അത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഈ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ഇടണമെന്ന് തോന്നുന്നത്.